പ്രകൃതിയുടെ മടിയിൽ. അട്ടപ്പാടി ചുരം ഓരോ വളവും ഓരോ കഥകൾ പറയുന്ന വന്യതയുടെ മണമുള്ള ഈ പാതയിലൂടെയുള്ള യാത്ര വെറുമൊരു യാത്രയേ അല്ല. അത് കാടിൻ്റെയും മലനിരകളുടെയും മടിത്തട്ടിലേക്കുള്ള മടങ്ങിപ്പോക്കാണ്. നമ്മൾ ചുരത്തിൻ്റെ നെറുകയിലെത്തിയിരിക്കുന്നു. 10ാം വളവ്, അട്ടപ്പാടി ചുരത്തിലെ ഏറ്റവും മനോഹരവും എന്നാൽ അല്പം സാഹസികവുമായ ഒരിടം. ഒരു കൂറ്റൻ സർപ്പത്തെപ്പോലെ മലനിരകളെ വരിഞ്ഞു മുറുക്കി കിടക്കുന്ന ഈ വളവുകൾ താണ്ടുമ്പോൾ താഴെ സൈലന്റ് വാലിയുടെ താഴ്വരകൾ പച്ചപ്പട്ട് വിരിച്ചതുപോലെ കാണാം. മഞ്ഞുകാലമാണെങ്കിൽ മേഘങ്ങൾ ഈ വളവുകളെ പുതപ്പിക്കാനെത്തും. 10ാം വളവിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ ദൂരെ മണ്ണാർക്കാടും സമതലങ്ങളും എല്ലാം നമുക്കൊരു ക്യാൻവാസ് പോലെ തെളിയുന്നത് കാണാം. ഇവിടെ വീശുന്ന കാറ്റിന് പോലും കാട്ടുപൂക്കളുടെയും ഈർപ്പമുള്ള മണ്ണിൻ്റെയും ഗന്ധമാണ്. മഴക്കാലം പിന്നിട്ട് വേനലിലേക്ക് കടന്നപ്പോൾ നല്ല ചൂടായി തുടങ്ങിയിരിക്കുന്നു കേട്ടോ. ഇടയ്ക്ക് ഈ പാത മുറിച്ചു കിടക്കുന്ന കുരങ്ങുകളും അപൂർവ പക്ഷികളും ഈ യാത്രയെ സജീവമാക്കുന്നുമുണ്ട്. ആനക്കട്ടി ലക്ഷ്യമാക്കി പോകുന്ന ഈ വഴിയിൽ നമ്മൾ പതുക്കെ മുക്കാലി എന്ന പ്രവേശന കവാടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സൈലന്റ് വാലിയിലേക്കുള്ള ഈ മനോഹരമായ പാതയിൽ പ്രകൃതിയുടെ പച്ചപ്പിനിടയിൽ കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയുണ്ട്. അധികൃതരുടെയും അനാസ്ഥയുടെയും നികുതിപ്പണം തുരുമ്പെടുക്കുന്നതിൻ്റെയും നേർചിത്രങ്ങൾ. അട്ടപ്പാടി മുക്കാലിയിലെ ചിറ്റൂർ ഭാഗത്ത് കാടിനുള്ളിൽ സർക്കാർ വകുപ്പുകളുടെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന യന്ത്രങ്ങളാണ് അനാഥമായി കിടന്ന് നശിക്കുന്നത്. മുക്കാലിയിൽ നിന്നും ഏകദേശം 20 കിലോമീറ്ററുകൾക്കപ്പുറത്താണ് ചിറ്റൂർ എന്ന പ്രദേശം. ഈ ചിറ്റൂർ ഭാഗത്തൊരു ഡാം അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നിരുന്നു ഒരുപാട് കാലം മുമ്പ്. അന്ന് കൊണ്ടുവന്ന് ഡംപ് ചെയ്ത യന്ത്രഭാഗങ്ങൾ ഇന്ന് ഏറെക്കുറെ തുരുമ്പ് പിടിച്ച് അവസാനിച്ചു കഴിഞ്ഞു. ഈ യന്ത്രങ്ങളൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന ഷെഡുകൾ തന്നെ നാമാവശേഷമായി കഴിഞ്ഞു. പ്രദേശവാസികൾ ഇന്ന് അതിനെ ഒരു തൊഴുത്തായി ഉപയോഗിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള, ഒരുപക്ഷെ കോടികൾ വിലമതിക്കുന്ന ഈ യന്ത്രങ്ങളെല്ലാം നശിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ചിറ്റൂർ ഭാഗത്തു നിന്നുള്ള കാഴ്ച. നിങ്ങളിപ്പോൾ കാണുന്ന ഈ കാഴ്ചയാവട്ടെ മുക്കാലിയിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ്. പൊതുമരാമത്ത് വകുപ്പ്, KSEB എന്നിവയുടെ പല എക്യുപ്മെൻറ്റുകളും, ഈ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ആണെങ്കിൽ റോഡ് റോളറുകളും മറ്റും, അതേപോലെ വലിയ ഹെവി എക്യുപ്മെൻറ്റുകൾ, റോഡുകൾ തയ്യാറാക്കുന്നതിനുള്ള ഹെവി എക്യുപ്മെൻറ്റുകളെല്ലാം തന്നെ ഇത്തരത്തിൽ പതിറ്റാണ്ടുകളായി കാട് പിടിച്ച് കിടന്ന് നശിക്കുന്നത് നമുക്ക് കാണാം. നിങ്ങൾക്ക് മുമ്പിൽ കാണുന്ന ദൃശ്യം മുക്കാലിൽ നിന്നാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത്തരം ഷെഡുകൾക്കുള്ളിൽ പോലുമല്ല, ഇതെല്ലാം പുറത്ത് നിർത്തിയിട്ട് നശിപ്പിക്കുകയാണ്. ആരാണ് ഉത്തരവാദികൾ? 10ഉം 50ഉം വർഷമായി ഓരോ ലോഹ കൂമ്പാരങ്ങളായി ഇവിടെ ഉപേക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു എന്നാണ് യഥാർത്ഥത്തിൽ നാട്ടുകാർ പറയുന്നത്. ഒരു കാലത്ത് ഗർജിച്ച് ഓടിയിരുന്ന ഈ യന്ത്രങ്ങൾ ഇന്ന് കാടിനുള്ളിലെ ഇഴജന്തുക്കളുടെ താവളമാണ്. പൊതുമുതൽ സംരക്ഷിക്കേണ്ടവർ കണ്ണടയ്ക്കുമ്പോൾ സാധാരണക്കാരൻ്റെ നികുതിപ്പണമാണ് ഇവിടെ മണ്ണോട് ചേരുന്നത്. ഇവ യഥാസമയം ലേലം ചെയ്തിരുന്നെങ്കിൽ സർക്കാരിലേക്ക് എത്ര വലിയ തുകകൾ എത്തുമായിരുന്നു. എന്നാൽ ഇന്നിതാർക്കും വേണ്ടാത്ത പാഴ്വസ്തുക്കളായി മാറിയിരിക്കുന്നു. സൈലന്റ് വാലി കാണാനെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് മുൻപിൽ കേരളത്തിൻ്റെ വികസന മാതൃകയല്ല, മറിച്ച് ഉദ്യോഗസ്ഥ അനാസ്ഥയുടെ കറുത്ത പൊട്ടുകളും പാടുകളുമാണ് ഈ കാഴ്ചകൾ സമ്മാനിക്കുന്നത്. എന്നവസാനിക്കും നമ്മുടെ പൊതുമുതലിനോടുള്ള ഇത്തരത്തിലുള്ള അവഗണന?